ഹലോ, അസ്സാം വലൈക്കും. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കി. കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ പുതിയ കൂട്ടുകാർക്കാണെങ്കിലും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ദിവസം മുമ്പ് തന്നിട്ടാണ്. അപ്പോൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എഡിറ്റ് ചെയ്യാനും ഇടാനൊക്കെ ഭയങ്കര മടിയായിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കൂട്ടുകാരൊക്കെ പറഞ്ഞിരുന്നു അങ്ങനത്തെ വീഡിയോ ഒക്കെ വിടാനും പിന്നെ അതുപോലെ കുട്ടീനൊക്കെ കാണിക്കാനുണ്ട്. അപ്പം നമ്മൾ ആദ്യമൊക്കെ നല്ല വീഡിയോ ഇട്ടിരുന്നു, പിന്നെ ഇപ്പോൾ കുറച്ച് മടിയായിട്ടാണ് കേട്ടോ അങ്ങനെ വിടാത്തത്. അപ്പോൾ മോളുവിനാണെങ്കിൽ പിന്നെ കിട്ടൂല, പോള് അംഗനവാടിയിൽ പോകുന്നുണ്ട്. പിന്നെ ഓള് ആദ്യമൊക്കത്തെ പോലെ ഇങ്ങനെ എപ്പോഴും കൂടെ ഉണ്ടാവില്ല കേട്ടോ. ഓളിങ്ങനെ ഓരോ കളിയിലൊക്കെ ആയിട്ടാണ് ഈ കാര്യം വീട്ടിലുണ്ടാകുമ്പോൾ തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. അപ്പോൾ ഇതാ ഞാൻ രാവിലെ ഇന്ന് ഉഴുന്ന് ദോശ ഉണ്ടാക്കണം. ഉഴുന്ന് ദോശ അല്ല കേട്ടോ, മസാല ദോശ എന്ന് പറയില്ലേ. അപ്പോൾ രാത്രി അരച്ച് വെച്ചതാണ്. രാത്രിയിൽ പച്ചരിയും ഗോതമ്പ് പൊടിയും അതുപോലെ ഉഴുന്ന് കുറച്ച് ഉലുവ ഒക്കെ ചേർത്തുകൊണ്ട് അരച്ച് വെച്ചിരുന്നു കേട്ടോ മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള ഇസ്റ്റു ഒക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കിഴങ്ങും ഒരു കഷ്ണം ഉള്ളി അതുപോലെ ഒരു കഷ്ണം തക്കാളി പച്ചമുളകൊക്കെ ഇട്ടുകൊണ്ട് കുക്കറിൽ വെച്ചിങ്ങാണ്ട് ഇസ്റ്റു ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കിഴങ്ങ് വേവിച്ച് വെച്ചിങ്ങാണ്ട് അങ്ങനെ ഉടച്ചിട്ട് ഇസ്റ്റു അങ്ങനെ ഉണ്ടാക്കാം. പിന്നെ ഞാനിവിടെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, തക്കാളി ചമ്മന്തി. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയെടുത്തുകൊണ്ട് അരച്ചിങ്ങാണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ വീഡിയോ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ദോശൻ്റെ മാവൊക്കെ നല്ല ഉഷാറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വലിയ കല്ലന്നെ ഉണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലാവുമ്പോൾ കുറച്ച് വലുതാക്കിയിട്ട് പരത്തിണ്ടും കണ്ടെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഈ മസാല ദോശ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ കിഴങ്ങ് അധികം പുഴുങ്ങിയെടുത്തതിൻ്റെ ശേഷം പിന്നെ സവാളയും ഉള്ളിയും കുറച്ച് വാട്ടിങ്ങാണ്ടായി ഇട്ട് കൊടുത്തുങ്ങാണ്ട് ഇഷ്ടമുണ്ടാക്കിയാലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എളുപ്പ പണിക്ക് ഇന്ന് കുക്കറിൽ ഒന്നാകാണ്ട് വെച്ചെടുത്തിക്കാണ്. കുറച്ച് വെള്ളം കുറച്ച് മാത്രമേ വെക്കാൻ പാടുള്ളൂ. പിന്നെ ഈ നൂറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ട് ഇഷ്ടം ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല രസമാണ് കഴിക്കാം. അപ്പോൾ ഇതാ ദോശയൊക്കെ നല്ല മൊരിഞ്ഞിങ്ങാണ്ട് ഇരിക്കുമ്പോഴാണ് ഇത് കഴിക്കാൻ അടിപൊളി. അപ്പോൾ ഞാനിതാ ദോശ അങ്ങനെ ചുട്ടിങ്ങാണ്ട് ചൂടോട് കൂടിയിട്ട് തന്നെ ഇങ്ങനെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളിത് ചൂട് കൊടുക്കാൻ ചുട്ടിങ്ങാണ്ട് 2 കഴിച്ചിട്ടുണ്ടായിരുന്നിട്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതാവുമ്പോൾ ഉണ്ടാക്കിക്കാണ്ട് അപ്പം തന്നെ കഴിക്കാൻ രസം. അപ്പോൾ എല്ലാവർക്കും ഞാനിതുപോലെ ചൂട് കൊടുക്കാൻ ഉണ്ടാക്കി കൊടുത്തിട്ടോ. അപ്പോൾ ഇതുപോലെ മസാല ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ല അടിപൊളി കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള നമുക്ക് ഈ കിഴങ്ങിൻ്റെ ഇഷ്ടമുണ്ടല്ലോ, അടിപൊളിയാണ്. പിന്നെ ഇതുപോലെ ഒരു ചമ്മന്തി ഉണ്ടല്ലോ, ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിക്കാണ്ടുള്ള ചമ്മന്തി, നല്ല രസമാണ് കേട്ടോ ഇതുപോലെ ദോശയ്ക്ക്. അപ്പോൾ ഇത് കണ്ടില്ല, മാവ് ഇത് കണ്ടില്ല, അതുപോലെ പൊങ്ങി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഗോതമ്പ് പൊടി അതുപോലെ പച്ചരി കുറച്ച് ഉഴുന്ന് കുറച്ച് ഉലുവ അതും കൂടി ഞാൻ നന്നായിട്ട് ആദ്യമൊക്കെ പച്ചരി ഉഴുന്നു ഉലുവയും കൂടി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് നമ്മൾ രാത്രിയിൽ അരക്കണ സമയത്ത് കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഇസ്റ്റും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു നുള്ളി ഇസ്റ്റ് മാത്രം അതും കൂടി ചേർത്തുകൊണ്ട് അരച്ച് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ വന്നപ്പോൾ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ദോശക്കല്ല ഉഷാറായിട്ട് ഇതുപോലെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ചുട്ടിട്ട് ക്രിസ്പി ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ മസാലയൊക്കെ വെച്ചിങ്ങാണ്ട് ഓരോരുത്തർക്ക് അങ്ങനെ ചുട്ടെടുത്തിട്ടാണ്. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു പുഡിങ്ങും കൂടി ഉണ്ടാക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു മധുരമൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ അതിനായിട്ട് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഏത് സൈസ് ബ്രെഡ് കൊടുക്കട്ടെ. അപ്പോൾ അത് കുറച്ച് വലുപ്പമുള്ള ബ്രെഡാണ്. അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ടൊന്നും വേണ്ട. അപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ ഒന്നാണ്ട് കട്ട് ചെയ്തുകൊണ്ട് എടുത്ത് വെക്കൂട്ടെ, റോസ്റ്റ് ചെയ്തുകൊണ്ട് എടുത്ത് വെക്കും. അപ്പോൾ ഇതുപോലെ ആവശ്യമുള്ള സമയത്ത് പീനട്ടൊക്കെ എടുത്തിട്ട് കുട്ടികൾക്ക് കഴിക്കാനും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂട്ടോ. അതുപോലെ റോസ്റ്റ് ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലൈൻ്റ് ഒന്നും വരില്ല. അതുപോലെ ഫ്രിഡ്ജിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും വരില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ പൂത്ത് പോകുമല്ലോ. അപ്പോൾ നമുക്ക് 2-3 ദിവസം മാത്രമേ ബ്രെഡ് ഇരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതലൊന്നും ഇരിക്കില്ല. കുട്ടികളൊക്കെ പീനട്ടും ഇതൊക്കെ കൂട്ടിയിട്ട് അതുപോലെ ജാമൊക്കെ കൂട്ടിയിട്ട് കൈക്കൂട്ടോ ബ്രെഡ് കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ ഈ കാപ്പി കളറുണ്ടല്ലോ ഇതും കണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് കളയുന്നതാണ് നല്ലത്. അപ്പോൾ കൂടുതലായിട്ട് ഇങ്ങോട്ട് കളഞ്ഞെടുക്കൊന്നും വേണ്ട. പിന്നെ ഞാനിത് ഒന്ന് കുറച്ച് നെയ്യ് ഒഴിച്ചിങ്ങാണ്ട് ഇതൊന്നും കണ്ട് റോസ്റ്റ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ കൂടുതൽ നേരം ഇതൊക്കെ ഒന്നും വേണ്ട, 2 ഭാഗം ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാതെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ഓയിലോ അതുപോലെ നെയ്യിലോ ബട്ടറിലോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ എല്ലാതും ഇതുപോലെ ഒന്ന് കണ്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അതിലേക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ ഗോൾഡ് വിപ്പിംഗ് ക്രീം ആണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. അപ്പോൾ അത് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ബൗൾക്ക് ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം ഇതുപോലെ കണ്ട് ഫുള്ളിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് കട്ടായിട്ട് കിട്ടും. അപ്പോൾ അതിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ കേക്കിനൊക്കെ എടുക്കില്ല. അപ്പോൾ അത്രയും തന്നെ ഒന്നും വേണമെന്നില്ല, നല്ല കുറച്ചിങ്ങനെ ടൈറ്റ് ആവും ചെയ്യണം കേട്ടോ.
അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ മോളെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ പറയും കേട്ടോ, മോളെ കാണിക്കണില്ല എന്ന്. അപ്പോൾ ഇതാ മോള് ഇതട്ടെ ഇവിടെ സ്റ്റൂളൊക്കെ ഇട്ടുകൊണ്ട് ഇവിടെ കയറി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചെയ്യണത് ഇങ്ങനെ നോക്കണം കേട്ടോ ഇവിടെ നിന്നിട്ട്. അപ്പോൾ നമ്മളിത് ചെയ്യണത് രാവിലെ അത് ചെയ്ത് വെച്ചിട്ട് ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്. പിന്നെ നമുക്കിതാ പാലാണ് വേണ്ടത്. ആ പാല് നമ്മൾ അടുപ്പത്താണ് വെച്ചെടുത്തിട്ടുള്ളത്. പാലിൻ്റെ അടുപ്പത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കേട്ടോ, ഒരു പാക്കറ്റ് പാലുണ്ട്, 500 പാല്. അത് തിളക്കണ സമയമാകുമ്പോഴത്തേന് ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തുകൊണ്ട് ഇതുപോലെ ഇടയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ടേബിൾ സ്പൂണാണ് കസ്റ്റാർഡ് പൗഡർ എടുക്കുന്നത്. അപ്പോൾ ഇത് കൂടുന്നതിനനുസരിച്ച് നമുക്ക് പാലൊന്നും കൂടി ഇങ്ങോട്ട് ടൈറ്റ് ആവട്ടെ. അപ്പോൾ ഇത് കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കാവൂ. അപ്പോൾ അതൊരു ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തുകൊണ്ട് അതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാലക്ക് ഇതിലുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മധുരം കൂടുതലിനനുസരിച്ചിട്ട് കൂടുതൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വിപ്പിംഗ് ക്രീമിലൊക്കെ മധുരം ഉള്ളതാണ്. അപ്പോൾ കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ കസ്റ്റാർഡ് പൗഡർ നമ്മൾ കലക്കി വെച്ചതും കൂടി ഇളക്കിക്കാണ്ടാണ് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് അടിയിൽ ഇങ്ങനെ ഓറി വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ പൊടി അപ്പോൾ അത് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി വരുന്ന സമയത്ത് മാറ്റി വെച്ചിന്ന് ചൂടറിയതിൻ്റെ ശേഷം കേട്ടോ ഇത് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത് നമ്മളെ പുഡിങ്ങിൻ്റെ. അപ്പോൾ ഇതെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ക്രീമാണ് വെച്ച് കൊടുക്കുന്നത്. ക്രീം ഇതാ നമ്മൾ ഒന്ന് ബീറ്റ് ചെയ്തെങ്ങാണ്ട് പാല് സെറ്റ് ആകുമ്പോഴത്തേന് നമ്മൾ ഫ്രീസറിലൊന്നും കൂടി വെച്ചെങ്ങാണ്ട് എടുത്തതാണ്. അപ്പോൾ അതാ ഇതിങ്ങനെ അടിയിലിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കട്ടെ. ആദ്യമൊക്കെ ക്രീം എല്ലായിടത്തും ഒരേപോലെ പരത്തി വെച്ച് കൊടുത്തതിന് ശേഷം ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രെഡ് വലിയ ബ്രെഡായ കാരണം സൈഡ് കട്ട് ചെയ്തെടുത്താലും അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ 3 വെച്ച് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിലും അങ്ങനെയും ചെയ്യട്ടോ. ഒരു ബ്രെഡ് 4 കഷ്ണാക്കിയിട്ടും 2 കഷ്ണാക്കിയിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് പെരുന്നാൾക്കാണെങ്കിലും എന്നാണെങ്കിലും ഇതുപോലെ മധുരമൊക്കെ കഴിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു പുഡിങ് തന്നെയാണിത്. അപ്പോൾ നട്ട്സൊക്കെ ഇതിൻ്റെ ഇടയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടെടുക്കട്ടെ. അപ്പോൾ ഞാൻ മുകളിൽ മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീണ്ടും നമ്മൾ ആ ബ്രെഡിൻ്റെ മുകൾക്ക് ഇതുപോലെ കസ്റ്റാർഡും പാലും കൂടിയുള്ള മിക്സ് ഒഴിച്ചതിന് ശേഷം പിന്നെ വീണ്ടും ക്രീം തേച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്രീം തേച്ചിട്ട് നന്നായിട്ട് സെറ്റ് ആയതിന് ശേഷം ഒരു ലെയറും കൂടി ബ്രെഡൊക്കെ വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അത് ലാസ്റ്റ് ക്രീം തേച്ച് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക. നട്ട്സ് ബദാമും അതുപോലെ പിസ്തയും കൂടി നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിന് മുകളിലേക്ക് ഇതും കൂടി വെച്ച് കൊടുക്കണം കേട്ടോ. കാണാനൊരു ഭംഗി ഉണ്ടാവുകയും ചെയ്യും, അതുപോലെ കഴിക്കുന്ന സമയത്ത് അടിപൊളിയാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതാ നമ്മളെ പുഡിങ്ങൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി എത്ര നേരം വേണമെന്നുണ്ടെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെച്ചുകൊടുത്ത് 3 മണിക്കൂർ നേരം കേട്ടോ. ഫ്രീസറിൽ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. അപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തൊക്കെ കഴിക്കാൻ നല്ല തണുപ്പിൽ കഴിക്കാനാണല്ലോ അടിപൊളി. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല രസമാണ് അങ്ങനെ തണുപ്പുള്ളത്. മഴക്കാലത്താകുമ്പോൾ നമുക്ക് നല്ല തണുപ്പുള്ളത് കഴിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ മഴക്കാലമാണെങ്കിലും ഇപ്പോൾ നല്ല വെയിലായ കാരണം നല്ല ചൂടുള്ള സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ നല്ല ഉഷാറാണ് കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ ഇത് ഞാൻ 3 മണിക്കൂറിന് ശേഷം ഇതുപോലെ എടുത്തതാണ്. അപ്പോൾ അതുപോലെ ഒരു ചട്ടകം വെച്ച് കണ്ടിട്ട് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എന്താണോ നമുക്ക് എടുക്കാൻ എളുപ്പം അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ കട്ട് ചെയ്തുകൊണ്ട് കണ്ടെടുക്കുമ്പോൾ നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു കഷ്ണം എടുത്തുകൊണ്ട് തന്നെ നമ്മളിതൊരു പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് കഴിച്ച് നോക്കാൻ കേട്ടോ. പുഡിങ് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ പുഡിങ് ഉണ്ടാക്കാൻ താല്പര്യമൊക്കെ ഉണ്ട്. ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളവർക്കൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. പിന്നെ അതാട്ടോ അത് രാത്രിക്കൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഉച്ചക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഉച്ചക്ക് ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ 2 ദിവസമൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ നമുക്ക് പൊറോട്ട ഇന്ന് രാത്രി കൊടുന്നിരുന്നു. അപ്പോൾ ഇന്നും പൊറോട്ട എന്നൊക്കെ നമുക്ക് കേടാണ്, വയറിനൊക്കെ കേട് തന്നെയാണ്, കുട്ടിയൊക്കെയാണെങ്കിലും നമുക്കാണെങ്കിലൊക്കെ. അപ്പം നമ്മൾ എളുപ്പത്തിലൊരു മുളക് കറി ഉണ്ടാക്കണം കേട്ടോ. മീൻ കൊടുന്നേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് രുചി കൂടും. അപ്പോൾ നമുക്ക് ഉള്ളിൽ തക്കാളിയൊന്നും വാട്ടാതെ തന്നെ അങ്ങനെ ഒരു മുളക് കറി ഉണ്ടാക്കിയാലും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ 2-3 വലിയ തക്കാളി ഇതാ കട്ട് ചെയ്തെങ്ങാണ്ട് നമ്മൾ ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി അതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പൊടിയൊക്കെ അളവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകാണ് കേട്ടോ പിന്നെ ഇട്ട് കൊടുത്തത്. പിന്നെ പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിന്ന് അതും കൂടി പിഴിഞ്ഞങ്ങാണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കി കൈ കൊണ്ട് തന്നെ കലക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് ഇന്ന് പച്ചരിൻ്റെ ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എളുപ്പപ്പണി ഇതായിട്ട് ഉണ്ടാക്കിയെടുക്കൽ. ചോറ് വെക്കണതിനെക്കാട്ട് ഇതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചു കൊടുക്കും ചെയ്യണം. ചെറിയ ഉള്ളി ഇട്ടെടുക്കും വേണം. അപ്പോഴാട്ടതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സവാള ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ചെറിയ ഉള്ളി വേണം.
അപ്പോൾ നമ്മളിന്ന് എന്താണ് പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് തന്നെ രാവിലെ കുറച്ച് നേരം വെറുതെ ഇരുന്ന സമയത്ത് കുറച്ച് മൈലാഞ്ചി ഇട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെയൊക്കെ കാണുന്നത്. പിന്നെ അധികത കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞങ്ങാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഡിറ്റ് ചെയ്ത് വിടാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ ചിലപ്പോൾ ഓരോ മൂഡിനനുസരിച്ചിട്ടൊക്കെ എടുക്കും. പിന്നെ അത് എഡിറ്റ് ചെയ്ത് വിടാനൊക്കെ നല്ല മടി തന്നെയാണ്. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാത്തത്. പിന്നെ നബിദിനം പരിപാടിയൊക്കെ വന്ന് അപ്പോൾ പിന്നെ നമുക്ക് കൂടുതൽ ചോറും കറിയും അങ്ങനെയൊന്നും ഉണ്ടാക്കലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ഓരോ പരിപാടിയും കാര്യങ്ങളൊക്കെ വിടലായിരുന്നു കേട്ടോ. അതപ്പം വലിയൊരു പരിപാടി അങ്ങനെയൊക്കെ ഓരോന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഉള്ളിലൊക്കെ മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് നാടൻ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ കറിവേപ്പിലിനെക്കാട്ടിയും ഷാറാല നമുക്ക് നാടൻ ചെറിയ കറിവേപ്പിലാണെങ്കിലും. അപ്പോൾ അതിട്ട് കൊടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഒരു പാത്രം അരിയായിട്ട് ഞാൻ എടുത്തത്. അപ്പോൾ 2 പാത്രം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തേക്ക് പാകത്തിനുള്ള ഉപ്പ് അതുപോലെ ഏലക്കായൊക്കെ ഇട്ട് കൊടുക്കണം. ഏലക്കായ ഇട്ട് കൊടുക്കുമ്പോഴാട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ കറി കണ്ടില്ലേ കുറുകിയിട്ടുണ്ട് കേട്ടോ. സവാള തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. അടുപ്പത്ത് വെച്ചിട്ട് ഇതുപോലെ നിങ്ങോട്ട് വറ്റി വരുമ്പോഴാണ് നമുക്ക് മീൻ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ കറി നല്ല ഉഷാറായി കിട്ടും. അപ്പോൾ മീൻ ഇതാ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിക്ക് കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഈ കറിൻ്റെ ഒരു മണം തന്നെ എന്താണെന്നറിയോ, അപ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. നല്ല രസമാണ് കേട്ടോ. അത് പുതിയ മീനാകുമ്പോൾ നമുക്കതുപോലെ രാത്രി കിട്ടിയ പാടനെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് രാത്രി കറി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റേന്ന് ഉച്ചക്കൊക്കെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ മീൻ കുറച്ച് ഇതുപോലെ നന്നാക്കി വെച്ചത് അവിടെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ഉച്ചക്കൊക്കെ പിന്നെ ഒന്ന് പൊരിച്ചു കൊടുത്താലും മതി. അപ്പോൾ കുറച്ച് മീൻ പൊരിച്ചെടുത്തും ചെയ്തിട്ടുണ്ട്. കറിയൊക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഉപ്പുമാവും അടിപൊളിയായിട്ടുള്ള ഈ മുളക് കറിയും കൂടി കൂട്ടി കഴിക്കുകയാണ്. അപ്പോൾ ചിക്കനും ബീഫൊക്കെ അവിടെ ബാക്കിൽ നിൽക്കൂട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് ഈ മുളക് കറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാത്തവരെല്ലാം കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.